നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാന്റെ സുരക്ഷാ മേധാവി സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്. മിസൈൽ ആക്രമണത്തിൽ ലാരിജാനി കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. ലാരിജാനിക്കൊപ്പം ഇറാന്റെ അർദ്ധസൈനിക വിഭാഗമായ ബാസിജ് സേനയുടെ തലവൻ ഗുലാം റസ സുലൈമാനിയും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. ഇറാനിലെ സൈനിക നടപടിയിൽ അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിയ സുരക്ഷാ തലവനായിരുന്നു അലി ലാരിജാനി. ഇറാനിലെ ശക്തനായ ഉദ്യോഗസ്ഥനായ ലാരിജാനിയെ ഇസ്രായേൽ ലക്ഷ്യമിട്ടു എന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ പ്രധാനമായും ലക്ഷ്യമിട്ടത് ലാരിജാനിയെ ആണെന്നും അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതേസമയം ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം വന്നിട്ടില്ല എങ്കിലും ഇദ്ദേഹത്തിന് ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന അലി ലാരിജാനി മുൻപ് രാജ്യത്തെ ആണവ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നു. ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ഏറ്റവും നിർണായക വ്യക്തികളിൽ ഒരാളായിരുന്നു ലാരിജാനി. മരണം സ്ഥിരീകരിച്ചാൽ യുദ്ധത്തിന്റെ ആദ്യ ദിവസം കൊല്ലപ്പെട്ട പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം കൊല്ലപ്പെടുന്ന ഏറ്റവും മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥനായിരിക്കും അലി ലാരിജാനി. ചൊവ്വാഴ്ച ഉച്ചവരെ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ലാരിജാനിയുടെ നിലയെക്കുറിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല. ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ഏറ്റവും നിർണായക വ്യക്തിയാണ് ലാരിജാനി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ കൊലപാതകത്തെ തുടർന്ന് രാജ്യത്തിന്റെ സുരക്ഷയുടെ നേതൃത്വം ലാരിജാനിയുടെ കൈകളിലായിരുന്നു. സുരക്ഷാ മേധാവിയെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഇറാന് കനത്ത തിരിച്ചടിയാണ്. ഇറാനിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും സൈനിക സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ട് ടെഹ്റാനിലും ഷിറാസ്, തബ്രിസ് നഗരങ്ങളിലും ഒരേ സമയം വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ടെഹ്റാനിൽ നടന്ന ഖുദ്സ് ദിന റാലിയിലാണ് അദ്ദേഹം അവസാനമായി പരസ്യമായി പ്രത്യക്ഷപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്ന് തന്നെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധമുള്ള 10 പ്രമുഖരുടെ പട്ടിക അമേരിക്ക പുറത്തുവിട്ടിരുന്നു. ലാരിജാനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് $10 മില്യൺ വരെ പ്രതിഫലവും US വാഗ്ദാനം ചെയ്തിരുന്നു. ഇതേസമയം ചൊവ്വാഴ്ച ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV ലാരിജാനിയുടേതെന്ന് അവകാശപ്പെടുന്ന ഒരു പ്രസ്താവന പുറത്തുവിട്ടു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു ഇറാന്റെ സുരക്ഷാ തലവന്റെ ഈ പ്രസ്താവന. 47 വർഷങ്ങൾക്ക് മുൻപ് ഇറാന്റെ ഇസ്ലാമിക് വിപ്ലവത്തിന്റെ വിജയത്തിന്റെ തലേന്ന് തെരുവുകളിൽ മുഴങ്ങിക്കേട്ട ജനക്കൂട്ടത്തിന്റെ വൻ ആക്രോശങ്ങൾ യാഥാർത്ഥ്യമല്ല എന്നും അത് വെറും ടേപ്പ് റെക്കോർഡിംഗ് ആണ് എന്നും പല്ലവി ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രി അവകാശപ്പെട്ടിരുന്നു. ഇറാനിയൻ നഗരങ്ങളിൽ നടക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന അമേരിക്കൻ വിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ വെറും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് എന്ന് ലാരിജാനിയുടെ പ്രസ്താവനയിൽ പറയുന്നു. എപ്സ്റ്റീൻ ദ്വീപിന്റെ അവശിഷ്ടങ്ങൾക്ക് മേലുള്ള ഇറാനിയൻ ജനതയുടെ ചരിത്ര വിജയം അടുത്തു തന്നെയാണ് എന്നും ലാരിജാനി വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരായ പോരാട്ടത്തിൽ ടെഹ്റാൻ ഉറച്ചു നിൽക്കുന്നു എന്ന ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മുസ്ലിം ലോകത്തിന് സന്ദേശം അയച്ചതിനു തൊട്ടു പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇറാൻ ആക്രമിക്കപ്പെട്ടപ്പോൾ ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിച്ചില്ല എന്ന കാര്യത്തിൽ ലാരിജാനി നിരാശ പ്രകടിപ്പിച്ചിരുന്നു. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ ഇറാനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കൻ സയനിസ്റ്റ് സഖ്യം വഞ്ചനാപരമായ ആക്രമണം നടത്തി. ഈ ആക്രമണം ഇസ്ലാമിക വിപ്ലവത്തിന്റെ മഹാനായ നേതാവിൻ്റെയും അതായത് ആയത്തുള്ള അലി ഖമേനിയുടെയും നിരവധി സാധാരണക്കാരുടെയും സൈനിക കമാൻഡർമാരുടെയും രക്തസാക്ഷിത്വത്തിന് കാരണമായി എന്നും തിങ്കളാഴ്ച അദ്ദേഹം പറഞ്ഞിരുന്നു. ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി നിർണായക പങ്ക് വഹിക്കുന്ന സ്വാധീനമുള്ള വ്യക്തിയാണ് അലി ലാരിജാനി. 2025 ഓഗസ്റ്റിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തെ SNSCയുടെ സെക്രട്ടറിയായി നിയമിച്ചു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ കൗൺസിലിലേക്കുള്ള പ്രതിനിധി എന്ന പദവിയും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവായും ഇറാനിയൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. 2008 മെയ് മുതൽ 2020 മെയ് വരെ 12 വർഷം അദ്ദേഹം ഇറാൻ പാർലമെന്റിൽ സ്പീക്കറായി സേവനമനുഷ്ഠിച്ചു. 2008 മുതൽ 2012 വരെ പാർലമെന്റിൽ പ്രിൻസിപ്പലിസ്റ്റ് വിഭാഗത്തിന്റെ തലവനായിരുന്നു അദ്ദേഹം. എങ്കിലും സമീപ വർഷങ്ങളിൽ അദ്ദേഹത്തെ ഒരു മിതവാദി യാഥാസ്ഥിതികൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്.
സ്പീക്കറാകുന്നതിന് മുൻപ് 2005-നും 2007-നും ഇടയിൽ ഇറാന്റെ മുഖ്യ ആണവ ചർച്ചക്കാരനായി ലാരിജാനി സേവനമനുഷ്ഠിച്ചു. 1958 ജൂൺ 3-ന് ഇറാഖിലെ നജഫിൽ ഒരു അതിസമ്പന്ന കുടുംബത്തിലാണ് ലാരിജാനിയുടെ ജനനം. അമോലിൽ ഏറെ സ്വാധീനമുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെ 2009-ൽ ടൈം മാസിക ഇറാന്റെ കെന്നഡിമാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പ്രമുഖ മതപണ്ഡിതനായിരുന്നു പിതാവ് മിർസ ഹാഷേം അമോലി. ലാരിജാനിയെ പോലെ തന്നെ നീതിന്യായ വിഭാഗം, വിദഗ്ധരുടെ അസംബ്ലി, പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന മതപരമായ കൗൺസിലാണ് ഈ വിദഗ്ധരുടെ അസംബ്ലി എന്ന് പറയുന്നത്. എന്നിങ്ങനെ രാജ്യത്തെ സുപ്രധാന പദവികളെല്ലാം വഹിച്ചവരാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം രാജ്യത്തെ പ്രമുഖ വ്യക്തികളുമായി ലാരിജാനി വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ ശില്പിയും ഇസ്ലാമിക റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സ്ഥാപകനുമായ ആയത്തുള്ള റുഹുല്ല മുസവി ഖുമൈനിയുടെ അടുത്ത അനുയായിയായിരുന്ന മൊർത്തേസ മൊതാഹരിയുടെ മകൾ ഫാരിദയെ തന്റെ 20-ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹം കഴിച്ചു. മതസെമിനാരികളിൽ നിന്ന് പ്രമുഖ സ്ഥാനങ്ങളിലെത്തിയ സഹപ്രവർത്തകരിൽ നിന്നും വ്യത്യസ്തമായി മതേതര അക്കാദമിക് പശ്ചാത്തലവും ലാരിജാനിക്കുണ്ട്. 1979-ൽ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദം നേടി. ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാശ്ചാത്യ തത്വചിന്തയിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും കരസ്ഥമാക്കി. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിനു പിന്നാലെ ലാരിജാനി IRGC ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ ചേർന്നിരുന്നു. 1994-97 കാലയളവിൽ പ്രസിഡന്റ് അക്ബർ ഹാഷ്മി റവ്സ ഭരണകൂടത്തിൽ സാംസ്കാരിക മന്ത്രിയായും 1994 മുതൽ 2004 വരെ സംസ്ഥാന ബ്രോഡ്കാസ്റ്റർ തലവനായും പ്രവർത്തിച്ചിട്ടുണ്ട്. 2008-2020 കാലയളവിൽ 3 തവണ പാർലമെന്റ് സ്പീക്കറായും സേവനമനുഷ്ഠിച്ചിരുന്നു. 2005-ൽ ലാരിജാനി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും 2-ാം റൗണ്ടിലേക്ക് എത്താനായില്ല. അതേ വർഷം ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായും രാജ്യത്തിന്റെ മുഖ്യ ആണവ ചർച്ചക്കാരനായും അദ്ദേഹത്തെ നിയമിച്ചു. 2021-ലും 2024-ലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗാർഡിയൻ കൗൺസിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കി. 2025 ഓഗസ്റ്റിൽ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറിയായി നിയമിച്ചു. നിലവിലെ സംഘർഷത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഒമാന്റെ മധ്യസ്ഥതയിൽ ലാരിജാനി US-ഉമായി പരോക്ഷ ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്നു. എന്തായാലും ലാരിജാനി കൊല്ലപ്പെട്ടോ അതോ പരിക്കേറ്റോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.